നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അശ്ലീല സന്ദേശ വിവാദത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. ഹൈക്കമാൻഡ് ഇടപെടലിനെ തുടർന്നാണ് രാജി. പുറത്തുവന്ന ഗുരുതരാരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത്. അശ്ലീല സന്ദേശ വിവാദത്തിൽ AICC ഇടപെട്ടിരുന്നു. പരാതികൾ അന്വേഷിക്കാൻ KPCCക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കമാൻഡിന് ലഭിച്ച ചില പരാതികൾ KPCCക്ക് കൈമാറിയിരുന്നു. പുനഃസംഘടനയ്ക്കൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീക്കം കൂടിയാണ് നിലവിൽ നടത്തുന്നത്. എന്നാൽ MLA സ്ഥാനത്ത് രാഹുൽ തുടരും. അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കാനും ആലോചനയുണ്ട്. പാലിയേറ്റീവ് പരിചരണ സംഘടനയുടെ സംഭാവന പെട്ടി പട്ടാപ്പകൽ മോഷ്ടിച്ചു. പുന്നയൂർക്കുളം കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ധനശേഖരണാർത്ഥം വടക്കേകാട് 4-ാം കല്ലിലുള്ള ലൈഫ് ലൈൻ ക്ലിനിക്കിൽ വെച്ചിരുന്ന പെട്ടിയാണ് മോഷ്ടിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ജീവനക്കാരി കമ്പ്യൂട്ടറിൽ നോക്കുന്ന തക്കം നോക്കി മോഷ്ടാവ് സംഭാവന പെട്ടി വിദഗ്ധമായി കവരുന്നതാണ് ദൃശ്യത്തിലുള്ളത്. സംഭവത്തിൽ കൂട്ടായ്മ ഭാരവാഹി മുഹമ്മദ് അലി വടക്കേകാട് പോലീസിൽ പരാതി നൽകി. പേലക്കാട്ട് പയ്യൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഹിഡുംബൻ സ്വാമി നാഗപ്രതിഷ്ഠാ ചടങ്ങുകൾ ഓഗസ്റ്റ് 27, 28, 29 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി സുദർശന ഹോമം, അഘോര ഹോമം, തൃഷ്ടപ്പ് ഹോമം, പ്രേതവേർപ്പാട്, ഗണപതി ഹോമം, തിലഹോമം, ത്രികാല പൂജ, ഹിഡുംബൻ സ്വാമി പ്രതിഷ്ഠ, സായുജ്യ പൂജ, മൃത്യുഞ്ജയ ഹോമം, നവകം, പഞ്ചഗവ്യം തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ 3 ദിവസങ്ങളിലായി നടക്കും. ക്ഷേത്രത്തിന്റെ മതിലകത്ത് നാഗരാജാവ്, നാഗയക്ഷി പ്രതിഷ്ഠകളും നടക്കും. കാർളിമന കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ താന്ത്രിക വിധിപ്രകാരം പരിഹാരക്രിയകൾ നടത്തും. ദേവപ്രശ്ന പരിഹാരത്തിന്റെ 3-ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്നതെന്നും ഭാരവാഹികളായ KB മുരളി, OS സജീഷ്, AV രഞ്ജിത്ത്, KP ഹരിനാരായണൻ, KC കണ്ണൻ എന്നിവർ അറിയിച്ചു. ദേശീയ നഗരശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ സംസ്ഥാന തലത്തിൽ ആദരിച്ച ശുചിത്വഭേരിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ആദരവ്. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങ് തദ്ദേശ മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ നഗരശുചിത്വ സർവേയിൽ ആദ്യ 100 റാങ്കിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച 8 നഗരങ്ങളിലൊന്ന് ഗുരുവായൂർ നഗരസഭയായിരുന്നു. കൂടാതെ സംസ്ഥാനത്ത് ആദ്യമായി 23 നഗരസഭകൾക്ക് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് പദവി ലഭിച്ചതിലും ഗുരുവായൂർ ഉൾപ്പെട്ടിരുന്നു. സംസ്ഥാനത്താകെ 3 നഗരസഭകൾക്ക് ODF++ ലഭിച്ചപ്പോൾ അതിൽ ഒന്ന് ഗുരുവായൂരായിരുന്നു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ, മുൻ ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹർഷിത്, രാഖി എന്നിവർ ചേർന്ന് മന്ത്രിയിൽ നിന്ന് ഉപഹാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പുതിയ പതിപ്പായ ഹരിതമിത്രം 2.0 ഔദ്യോഗിക ലോഞ്ചിങ്ങും തദ്ദേശ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ സദ്ഭാവന ദിനാചരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, തൃത്താല നിയോജകമണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ഗോപിനാഥ് പാലഞ്ചേരി, ഹാഷിം അച്ചാരത്ത്, PA നൌഷാദ്, ജലീൽ നരിക്കാട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, പത്മിനി, INTUC പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാൽപ്പായസം പ്ലാസ്റ്റിക് ഡബ്ബകളിൽ നൽകുന്നതിന് പകരം ടിന്നുകളിൽ നൽകും. ശബരിമലയിൽ അരവണപ്പായസം നൽകുന്ന ടിൻ മാതൃകയാണ് പരീക്ഷിക്കുന്നത്. ചിങ്ങം 1-ന് ഇതിന്റെ പ്രാഥമിക പരീക്ഷണം നടത്തിയിരുന്നു. ഗുരുവായൂരപ്പന്റെ ചിത്രം സഹിതം ഹന്തഭാഗ്യം ജനനം എന്ന് രേഖപ്പെടുത്തിയ ടിന്നുകളാണ് ആദ്യഘട്ടത്തിൽ നൽകുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും ചൂടുള്ള പായസം പ്ലാസ്റ്റിക് പാത്രത്തിൽ നൽകുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയുമാണ് ലക്ഷ്യം. പ്ലാസ്റ്റിക്കിന് പകരം സ്റ്റീൽ ഡപ്പകൾ വേണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ജീവ ഗുരുവായൂർ ദേവസ്വത്തിന് കത്ത് നൽകിയിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ഡോക്ടറേറ്റ് നേടിയ ദേവി KS-ന് ആദരം. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി ഒരുക്കുന്ന കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവ വേദിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ലിൻഡോ വടക്കൻ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ സൈജു C എടക്കളത്തൂർ, ശശി പുതിയടത്ത്, ഡോക്ടർ ഡൈസൺ പാണങ്ങാടൻ, KV വിബീഷ്, AK സുബ്രഹ്മണ്യൻ, KC ഷാജു എന്നിവർ മുഖ്യാതിഥികളായി. തുടർന്ന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആനന്ദഭൈരവി എന്ന നാടകം അരങ്ങേറി.
വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മദ്യശാലകൾക്കുമെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകണമെന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് മാർ ജോഷുവ ഇഗ്നാത്തിയോസ് ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഒരു ബ്രൂവറി കൂടി തുടങ്ങാൻ പോകുന്നതിനെതിരെ വളയംകുളത്ത് നടന്ന ഏകദിന ഉപവാസ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാരോഗ്യ പ്രസ്ഥാനം സംഘടിപ്പിച്ച ഉപവാസം പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി, ഈയാച്ചേരി കുഞ്ഞികൃഷ്ണൻ, ജോസഫ് എം പുതുശ്ശേരി, അഡ്വക്കേറ്റ് സുജാത വർമ്മ, കെ.പി. നൌഷാദ് അലി, കുഞ്ഞിക്കോമു മാസ്റ്റർ, കെ.വി. സുഗതൻ, ക്യാപ്റ്റൻ അഹമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു. എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറുക, പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധന അധികാരം പുനഃസ്ഥാപിക്കുക, മയക്കുമരുന്നിനെതിരെ നിയമം കർശനമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സത്യാഗ്രഹം. വേലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കവുങ്ങ് തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ ഡോക്ടർ പി.എൽ. ജസ്റ്റ് മരിയ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സി.എഫ്. ജോയ്, ഷേർലി ദിലീപ് കുമാർ, മെമ്പർമാരായ വിമല നാരായണൻ, കൃഷി അസിസ്റ്റന്റുമാരായ ബൈജു ഫ്രാൻസിസ്, എ.വി. സ്വപ്ന എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പാടശേഖര സമിതി ഭാരവാഹികൾ, എ.ഡി.സി. മെമ്പർമാർ, മറ്റ് കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ അതിപുരാതനമായ അപൂർവം ശിവക്ഷേത്രങ്ങളിലൊന്നായ തിരുവത്ര സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിലെ 4ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് തനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജനാർദ്ദനൻ ചുറ്റമ്പല പുനർനിർമ്മാണത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരികളായി സി.കെ. ശ്രീനിവാസൻ, എം.എ. സുബ്രൻ, പി.എം. മുകുന്ദൻ എന്നിവരെയും ജനറൽ കൺവീനറായി എം.എ. ജനാർദ്ദനൻ, ചെയർമാനായി കെ.എം. തനീഷ്, ട്രഷററായി എം.കെ. ഷാജി എന്നിവരെയും 41 അംഗ പ്രവർത്തക സമിതിയെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ കെ.കെ. ത്രിവിക്രമൻ സ്വാഗതവും എൻ.കെ. രമേശൻ നന്ദിയും പറഞ്ഞു. 69ാമത് കേരള സ്റ്റേറ്റ് യൂണിയൻ അത്ലറ്റിക്സിൽ 4x100 റിലേയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് റയ്യാനെ ഡിവൈഎഫ്ഐ മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ് ആദരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉപഹാരം കൈമാറി. ചാവക്കാട് മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ്, മേഖലാ ട്രഷറർ പി.വി. നഹാസ്, മേഖലാ കമ്മിറ്റി അംഗം എം.പി. ഷാനിദ്, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രനീഷ് എന്നിവർ പങ്കെടുത്തു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതി രക്തസാക്ഷിയായ ദബോൽക്കറിന്റെ സ്മരണാർത്ഥം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ശാസ്ത്രബോധ ദിനം ആചരിച്ചു. വിദ്യാഭ്യാസത്തെ മിത്തുകളിലും പുരാണങ്ങളിലും കെട്ടിയിടുന്ന ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വർഗീയ താൽപ്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ദേശീയ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും അന്ധവിശ്വാസ ചൂഷണ നിരോധന നിയമം നടപ്പിലാക്കുക, ശാസ്ത്രബോധം സാമൂഹ്യബോധമാക്കുക എന്നാവശ്യപ്പെട്ടുമാണ് ദിനാചരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി എടപ്പാളിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി ജിജി വർഗീസ്, മേഖലാ ട്രഷറർ രതീഷ് ടി.പി. എന്നിവർ സംസാരിച്ചു. വേലൂർ കുറുമാൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ 29ാം വാർഷിക പൊതുയോഗം നടന്നു. സംഘം പ്രസിഡന്റ് കെ.എ. മോഹനന്റെ അധ്യക്ഷതയിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ജിഷ മുഖ്യാതിഥിയായി. സംഘം സെക്രട്ടറി പി.പി. ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂടുതൽ പാൽ അളന്ന ജനറൽ, വനിത, പട്ടികജാതി, പട്ടികവർഗം എന്നീ വിഭാഗങ്ങളിലെ ക്ഷീരകർഷകരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ബോർഡംഗം പി.പി. സന്തോഷ്, മറ്റ് ക്ഷീരസംഘം അംഗങ്ങളും പങ്കെടുത്തു. തൃശൂർ അതിരൂപത പിതൃവേദിക്ക് പുതിയ നേതൃത്വം. ഫാമിലി അപ്പോസ്റ്റലേറ്റിൽ ചേർന്ന അതിരൂപത ജനറൽ ബോഡി യോഗത്തിൽ 2025-2028 കാലയളവിലേക്കുള്ള അതിരൂപത പിതൃവേദി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പി.ടി. ജോസഫ് പ്രസിഡന്റ്, ജോബി ഫ്രാൻസിസ് സെക്രട്ടറി, ഷാജു ടി. വർഗീസ് ട്രഷറർ, ഒ.കെ. ജസ്റ്റിൻ വൈസ് പ്രസിഡന്റ്, നെൽസൺ തോലത്ത് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 122 രൂപ. ചരമം എയ്യാൽ ഒറുവിൽ കുഞ്ഞിമോൻ നിര്യാതനായി. 98 വയസ്സായിരുന്നു. ഖബറടക്കം എയ്യാൽ ജുമാ മസ്ജിദ് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. പരേതയായ കുഞ്ഞിമോളാണ് ഭാര്യ. അബ്ബാസ്, അബ്ദുൽ ഖാദർ, ബുഷറ എന്നിവർ മക്കളാണ്. എളവള്ളി കടവിൽ കൊട്ടുക്കൽ രവീന്ദ്രൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി പഞ്ചായത്ത്
വാതക ശ്മശാനത്തിൽ നടന്നു. പ്രസന്നകുമാരി ഭാര്യയും ശ്രീധ, ശ്രീധി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.